മറ്റു വാർത്തകളിലേക്ക് കിടക്കുകയാണ്. ചോറ്റാനിക്കര പഞ്ചായത്തിൽ ഭവനരഹിതർക്കായി നിർമ്മിച്ചു നൽകിയ സാഫല്യം ഫ്ളാറ്റ് അപകടാവസ്ഥയിൽ. ഫ്ളാറ്റിലെ കോൺക്രീറ്റ്, സൺഷെയ്ഡ് തുടങ്ങിയവയൊക്കെ ഇടിഞ്ഞു വീണു. ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിയവർ നടത്തിയത് വലിയ അഴിമതിയാണെന്നാണ് ഇവിടെ താമസിക്കുന്നവരടക്കം പറയുന്നത്. 2015 ചോറ്റാനിക്കരയിൽ അന്ന് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഭരിച്ചിരുന്ന കോൺഗ്രസ് നിർമ്മിച്ചു നൽകിയ സാഫല്യം ഫ്ളാറ്റിലാണ് ഞാനിന്നിവിടെ ഇപ്പം ഉള്ളത്. ഈ ഫ്ളാറ്റ് പണിത് തീർന്നിട്ട് ഏകദേശം 10 വർഷമായി. നിർമ്മാണ ഘട്ടത്തിൽ ആദ്യം മുതൽ തന്നെ അടിമുടി അഴിമതി എന്നാണ് ഇവിടെ താമസിച്ചിരിക്കുന്ന ഓരോ മനുഷ്യരും ആരോപിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ 54 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുക എന്നതായിരുന്നു പദ്ധതി പ്രകാരം. അതിനുശേഷം 24 കുടുംബങ്ങളെ ആദ്യഘട്ടത്തിൽ ഇവിടെ താമസിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഈ ഫ്ളാറ്റിലെ ചില അപാകതകൾ മൂലം, അതായത് കോൺക്രീറ്റ് ഇടിഞ്ഞു വീഴുന്നു, സൺഷെയ്ഡ് ഇടിഞ്ഞു വീഴുന്നു, മുകളിലത്തെ ഫ്ളാറ്റിൽ നിന്ന് വരുന്ന ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളം മൂലം അസഹനീയമായ ദുർഗന്ധമുണ്ടാക്കുന്നു, വീടിൻ്റെ ഉൾഭാഗങ്ങൾ നനയുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ മൂലം 5ഓളം കുടുംബങ്ങൾ ഇവിടെ നിന്നും മാറിപ്പോയി. നിലവിൽ 19ഓളം കുടുംബാംഗങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവരുടെ അവസ്ഥ വളരെയധികം ദുരിതപൂർണമാണ്. ഇവിടെ ചോർച്ചയുണ്ട്, കിടന്നുറങ്ങാനും പോലും പറ്റുന്നു. അപ്പം മഴക്കാലത്തൊക്കെ നല്ല ഈർപ്പവും രണ്ട് സൺസൈഡ് ഇവിടെ അടർന്നു വീണു. ബാക്കിയുള്ളത് എപ്പോഴാണ് മഴക്കാലമാകുമ്പോൾ അടർന്നു വീഴണേ എന്നുള്ള ഒരു പേടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ നിലവിൽ ഈ ഈർപ്പം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് ഉപകരണങ്ങളിലൊക്കെ പിന്നെ വീട് വിട്ടും എല്ലാം വരുമ്പോഴത്തേക്കും ഈർപ്പം നിലനിൽക്കുമ്പോഴത്തേക്ക് ഈ സാധനങ്ങളൊക്കെ ഫാൻ ഇതിലായിട്ട് എല്ലാം കേടായി പോകാറുണ്ട്. അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ. ഈ മുകളിലത്തെ ഫ്ലാറ്റിൽ നിന്ന് വീഴുന്ന വെള്ളങ്ങളൊക്കെ ഭയങ്കര അവരുപയോഗിക്കുമ്പോഴത്തേക്കും എല്ലാം ഭിത്തി വഴി ഒഴുകി അകത്തും ഒക്കെ വന്നുണ്ട് വെള്ളം. അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്ന ഓരോ കുടുംബങ്ങളും ഓരോ നിമിഷവും ജീവൻ കയ്യിൽ പിടിച്ചാണ് താമസിക്കുന്നത്. എത്രയും വേഗം ഇതിനൊരു തീരുമാനമുണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഒരു കാറ്റടിച്ചാൽ, നല്ലൊരു മഴ പെയ്താൽ ഇത് തകർന്നു വീഴും. തുടർന്ന് ഇവിടെ ഒരു കൂട്ടക്കൊലയിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥയുണ്ടാകും. അന്ന് ഇത് നിർമ്മിച്ചു നൽകിയ ആളുകൾ തന്നെ ഇതിന് ഉത്തരവാദിത്തം പറയണം. ക്യാമറമാൻ ശരതമ്പാട്ടുകാവിനൊപ്പം സ്നേഹമൊലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.